നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആനുകാലികം ജനുവരി 2024 ഫസ്റ്റ് പാർട്ടാണ് ചെയ്തത്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള ഫാക്റ്റിൻ്റെ പാർട്ട് 4 ആണ്. ഇതിൽ വനങ്ങളും വന്യജീവികളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ PDF നോട്ട് ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കാം. ചാനലിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളെ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നു. അപ്പം ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളെയാണ് വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറാണ്. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ആദ്യത്തേതുമായിട്ടുള്ള വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് പെരിയാറാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. ഇത് മുൻപ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരെന്തെന്നുള്ളത്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി 1934 ഇത് സ്ഥാപിതമായത്. 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1950. പെരിയാർ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 1978. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം 925 ചതുരശ്ര കിലോമീറ്റർ. അപ്പം പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1950ഉം പെരിയാറിനെ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ച വർഷം 1978ഉമാണ്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം 925 ചതുരശ്ര കിലോമീറ്റർ. ഇനി പെരിയാർ വന്യജീവി സങ്കേതത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1982. പെരിയാർ വന്യജീവി സങ്കേതത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷമാണ് 1982. പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്ട് എലിഫൻറ്റിന് കീഴിലായ വർഷം 1992. കറക്റ്റ് 10 വർഷം കഴിഞ്ഞപ്പോഴാണ് പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്ട് എലിഫൻറ്റിന് കീഴിലായി വന്നത്. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. അപ്പോൾ ശബരിമല ഉൾപ്പെടുന്ന വനമേഖല പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് ഉള്ളത്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് പീരുമേട് താലൂക്ക്. പീരുമേട് താലൂക്കിൽ, ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതവും പെരിയാർ വന്യജീവി സങ്കേതം തന്നെയാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ വന്യജീവി സങ്കേതം. അപ്പം കേരളത്തിലെ ആദ്യ കടുവ സംരക്ഷണ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഇടുക്കി, പത്തനംതിട്ട. ഇടുക്കിയിലും പത്തനംതിട്ടയിലുമായിട്ടാണ് പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ. ലോകബാങ്ക് ബക്കർ ലിപ്പ് പഠന പദ്ധതി നടപ്പിലാക്കുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. അപ്പം ഈ ബക്കർ ലിപ്പ് എന്ന് പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റൂറൽ ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെൻറ്റ്സ് പ്രൊജക്റ്റ്. അതായത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റൂറൽ ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രൊജക്റ്റ് പഠന പദ്ധതി നടപ്പിലാക്കുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ആരാധനാലയമാണ് മംഗളാദേവി ക്ഷേത്രം. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരു ആരാധനാലയമാണ് മംഗളാദേവി ക്ഷേത്രം. ഈ മംഗളാദേവി ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ മംഗളാദേവി ക്ഷേത്രം തുറക്കുകയുള്ളൂ, പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുകയുള്ളൂ. അത് മേടമാസത്തിലെ ചൈത്ര പൗർണമി നാളിലാണ്. 2018 രാജ്യത്തെ 50 കടുവാ സങ്കേതങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സങ്കേതമായി തിരഞ്ഞെടുത്തത് പെരിയാർ ടൈഗർ റിസർവാണ്. 2018 രാജ്യത്തെ 50 കടുവാ സങ്കേതങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സങ്കേതമായി തിരഞ്ഞെടുത്തത് പെരിയാർ ടൈഗർ റിസർവ്, പിന്നെ പഞ്ച് ടൈഗർ റിസർവ് മധ്യപ്രദേശ്. അപ്പം പഞ്ച് ടൈഗർ റിസർവിനെ കുറിച്ച് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. 2018 കടുവ കണക്കെടുപ്പ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചത് നമ്മുടെ സ്വന്തം കേരളത്തിനാണ്. 2018 കടുവ കണക്കെടുപ്പ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ സ്വന്തം കേരളത്തിനാണ്.
അപ്പോൾ ഇത്രയുമാണ് പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചുള്ള പ്രധാന ഫാക്റ്റുകൾ. അടുത്ത നമുക്ക് വയനാട് വന്യജീവി സങ്കേതം നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ആണ് വയനാട് വന്യജീവി സങ്കേതം. അപ്പോൾ കേരളത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ആണ് വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. അപ്പോൾ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആനയാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആനയാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതെന്ന് ചോദിച്ചാൽ അത് ആനയാണ്. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973. 1973 വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായുള്ള വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. ഇതും മുൻവർഷത്തിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായുള്ള വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങളാണ് മുതലമല വന്യജീവി സങ്കേതം, തമിഴ്നാട്, ബന്ദിപ്പൂർ, നാഗർഹോള, കർണാടക. അപ്പം മുതലമല വന്യജീവി സങ്കേതം തമിഴ്നാട്, ബന്ദിപ്പൂർ, നാഗർഹോള, കർണാടക എന്നീ വന്യജീവി സങ്കേതങ്ങൾ വയനാട് വന്യജീവി സങ്കേതത്തിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതമാണ്. ഇതും മുൻവർഷത്തിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം പ്രൊജക്റ്റ് എലിഫൻറ്റിന് കീഴിൽ വന്ന വർഷം 1992. അപ്പോൾ പെരിയാറും വയനാടും പ്രൊജക്റ്റ് എലിഫൻറ്റിന് കീഴിൽ വന്ന വർഷം 1992 തന്നെയാണ്. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതമാണ് വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം. അടുത്തത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973. 1973 പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം. ഇന്ത്യയിലെ 38ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം 2010. 2010 കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളം നിലവിൽ വന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തുണക്കടവ് എന്ന സ്ഥലത്താണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തുണക്കടവ്. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം കൂടെയാണ് പറമ്പിക്കുളം. ഇതും മുൻവർഷ ചോദ്യമാണ്. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. റെഡ് ഡാറ്റാ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. അതായത് റെഡ് ഡാറ്റാ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതവും പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലുള്ള റെഡ് ഡാറ്റാ ബുക്കിൽ ഇടം നേടിയ തവളയിനമാണ് മിനർവേറിയ പറമ്പിക്കുളം. മിനർവേറിയ പറമ്പിക്കുളം. അടുത്ത് നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. വിസ്തീർണം 128 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലുള്ള മരക്കുന്നം ദ്വീപിലാണ്. ഇത് നെയ്യാർ ഡാമിനോട് ചേർന്നാണ്. അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് വന്യജീവി സങ്കേതവും നെയ്യാർ വന്യജീവി സങ്കേതമാണ്. അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അപ്പം പ്രശസ്തനായ സ്റ്റീവ് ഇർവിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങൾ നെയ്യാർ, പേപ്പാറ, ചെന്തുരുണി. അപ്പം നെയ്യാർ, പേപ്പാറ, ചെന്തുരുണി എന്നിവ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളാണ്. നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം നെഹ്റു സുവോളജിക്കൽ പാർക്ക് അത് ഹൈദരാബാദിലാണ്. അതിൻ്റെ മാതൃകയിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രമാണ് നെയ്യാർ വന്യജീവി സങ്കേതം.
അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളാണ് നെയ്യാർ, പേപ്പാറ, ചെന്തുരുണി. നെയ്യാർ, പേപ്പാറ, ചെന്തുരുണി. അടുത്തത് ചിന്നാർ വന്യജീവി സങ്കേതം. നിലവിൽ വന്ന വർഷം 1984. ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1984. കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. അപ്പോൾ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. വെള്ള നിറത്തിലുള്ള കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ചാമ്പൽ മലയണ്ണൻ, നക്ഷത്രയാമ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ. അപ്പോൾ ഈ ചാമ്പൽ മലയണ്ണൻ, നക്ഷത്രയാമ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതെന്ന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പഠിച്ചുകൊള്ളുക. ചാമ്പൽ മലയണ്ണൻ, നക്ഷത്രയാമ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതാണ് പാമ്പാർ നദി. കേരളത്തിൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ. അപ്പോൾ കേരളത്തിലെ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. അടുത്തത് ചെന്തുരുണി വന്യജീവി സങ്കേതം. നിലവിൽ വന്ന വർഷം 1984. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിലവിൽ വന്ന വർഷം 1984. ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1984. ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതം. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. കൊല്ലം ജില്ലയിലാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്? കുളത്തൂപ്പുഴ റിസർവ് വനം. ചെന്തുരുണി വന്യജീവി സങ്കേതം കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്. ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. ആറളം വന്യജീവി സങ്കേതം. നിലവിൽ വന്ന വർഷം 1984. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. അപ്പോൾ കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. അപ്പോൾ കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതം. കർണാടകയിലെ കുടക് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ആറളം. അപ്പോൾ കർണാടകയിലെ കുടക് അല്ലെങ്കിൽ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. ഇത് മുൻവർഷത്തിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴ. ആറളം വന്യജീവി സങ്കേതത്തിൽ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങളാണ് സഹ്യാദ്രി തവിടൻ, നാൽവരേൻ നീലി. നാൽവരേൻ നീലിയും സഹ്യാദ്രി തവിടനും. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. അപ്പോൾ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. ഇടുക്കി വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ, ഉടുമ്പൻചോല താലൂക്കുകളിലായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതം. അപ്പോൾ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ, ഉടുമ്പൻചോല താലൂക്കുകളിലായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതം. ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം പൈനാവ്. ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമാണ് പൈനാവ്. പൈനാവിലാണ് ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം. കരിമ്പുഴ വന്യജീവി സങ്കേതം. നിലവിൽ വന്ന വർഷം 1920 ജൂലൈ 3. അപ്പോൾ ഏറ്റവും അവസാനം നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ കരിമ്പുഴ എന്ന് പറയുന്നത് കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതമാണ്. വിസ്തീർണം 227.97 ചതുരശ്ര കിലോമീറ്റർ. അപ്പോൾ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ 227.97 ചതുരശ്ര കിലോമീറ്റർ. 226 ഇനം പക്ഷികളും 41 ഇനം സസ്തനികൾ, 33 ഇനം ഉരഗങ്ങൾ, 23 ഇനം ഉഭയജീവികൾ എന്നിവയെ കരിമ്പുഴയുടെ പ്രത്യേകതയാണ്. അപ്പം കരിമ്പുഴയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? 226 ഇനം പക്ഷികൾ, 41 ഇനം സസ്തനികൾ, 33 ഇനം ഉരഗങ്ങളും, 23 ഇനം ഉഭയജീവികൾ എന്നിവയുടെ ആവാസ കേന്ദ്രമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മൂർത്തി. അപ്പം കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മൂർത്തി ദേശീയോദ്യാനം. വംശനാശ ഭീഷണി നേരിടുന്ന വരയാട്, അപൂർവമായ പന്നിമൂക്കൻ തവള എന്നിവയും കാണപ്പെടുന്നു. അപ്പം വംശനാശം ഭീഷണി നേരിടുന്ന വരയാടും പന്നിമൂക്കൻ തവളയും എവിടെ കാണപ്പെടുന്നു? കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്നു. പന്നിമൂക്കൻ തവളയുടെ ശാസ്ത്രീയ നാമം നാസിക്കാബസ് സഹ്യാദ്രൻസിസ്. അപ്പം നാസിക്കാബസ് സഹ്യാദ്രൻസിസ് ഇത് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പന്നിമൂക്കൻ തവളയുടെ ശാസ്ത്രീയ നാമം
നാസിക്കാബസ് സഹ്യാദ്രൻസിസ്. കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ല. അപ്പോൾ കരിമ്പുഴ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖലയാണ് അമരമ്പലം വനമേഖല. ഓക്കെ, അപ്പം കരിമ്പുഴ വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന വനമേഖലയാണ് അമരമ്പലം വനമേഖല. അടുത്തതായിട്ട് മംഗളവനം പക്ഷിസങ്കേതം. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷിസങ്കേതമാണ് മംഗളവനം. ഓക്കെ, അപ്പോൾ എറണാകുളം ജില്ലയിൽ എറണാകുളം ടൗണിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷിസങ്കേതമാണ് മംഗളവനം. ഏകദേശം 0.027 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ഏതാണ്ട് 0.0274 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഈ മംഗളവനം പക്ഷിസങ്കേതത്തിൽ. ചിലന്തികളും വവ്വാലുകളുമാണ് ഇവിടുത്തെ പ്രധാന അന്തേവാസികൾ. അപ്പം ചിലന്തികളും വവ്വാലുകളുമാണ് മംഗളവനം പക്ഷിസങ്കേതത്തിലെ പ്രധാന ആകർഷണങ്ങൾ. 2004 സ്ഥാപിതമായ മംഗളവനം പക്ഷിസങ്കേതം സംസ്ഥാന വനംവകുപ്പിന്റെ കീഴിലുള്ള ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ്. അപ്പം 2004 മംഗളവനം പക്ഷിസങ്കേതം സ്ഥാപിതമായത്. വനം വകുപ്പിൻ്റെ കീഴിലാണ് ഇതുള്ളത്. ഈ വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ് മംഗളവനം പക്ഷിസങ്കേതം. കണ്ടൽ കാടുകളാൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷിസങ്കേതമാണിത്. അപ്പോൾ കണ്ടൽ കാടുകളാൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷിസങ്കേതമാണ് മംഗളവനം പക്ഷിസങ്കേതം. മംഗൾ എന്ന വാക്കിൻ്റെ അർത്ഥം പോർച്ചുഗീസിൽ കണ്ടൽ കാടുകൾ എന്നാണ്. അടുത്തതായിട്ട് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. ഒരു പ്രത്യേക സസ്യവർഗത്തിൻ്റെ പേരിൽ സ്ഥാപിതമായ ഉദ്യാനം. ഓക്കെ, അപ്പോൾ കുറിഞ്ഞിമല എന്നത് ഒരു പ്രത്യേക സസ്യവർഗത്തിൻ്റെ പേരിൽ സ്ഥാപിതമായ ഉദ്യാനമാണ് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം 2006 നിലവിൽ വന്നത്. അപ്പം 2006 കുറിഞ്ഞിമല വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണ കേന്ദ്രമാണ് കുറിഞ്ഞിമല ഉദ്യാനം. അപ്പം വംശനാശ ഭീഷണി നേരിടുന്ന നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണ കേന്ദ്രമാണ് കുറിഞ്ഞിമല ഉദ്യാനം. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് നീലക്കുറിഞ്ഞി. അപ്പം പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ഏതാണ്? നീലക്കുറിഞ്ഞിയാണ്. എല്ലാ വർഷവും പൂക്കുന്ന നീലക്കുറിഞ്ഞി ഇനമാണ് കരിങ്കുറിഞ്ഞി. അപ്പം സാധാരണ നീലക്കുറിഞ്ഞി 12 വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നത്. പക്ഷേ എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനമാണ് കരിങ്കുറിഞ്ഞി. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന. ഓക്കെ, ഇത് മുൻവർഷത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം ഏതാണെന്ന്? അതാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. നീലക്കുറിഞ്ഞി പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2006. നീലക്കുറിഞ്ഞി പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2006. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വനം വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചുള്ള മറ്റു പ്രധാന ഫാക്റ്റുകളാണ്. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മുകുന്ദപുരം, തൃശ്ശൂരിലാണ്. തൃശ്ശൂരിലുള്ള വന്യജീവി സങ്കേതമാണ് ചിമ്മിനി വന്യജീവി സങ്കേതം. ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ. അപ്പം കുറുമാലിപ്പുഴ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നുമാണ് കുറുമാലിപ്പുഴ ഉത്ഭവിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി നെൽവയൽ, കുളം, കണ്ടൽക്കാട് എന്നിവ സംരക്ഷിക്കുന്നവർക്ക് വാർഷിക അവകാശധനം നൽകുന്നതിനായി ഗ്രീൻ റോയൽറ്റി പദ്ധതി ആരംഭിച്ചത് പൊന്നാനി മുനിസിപ്പാലിറ്റി, മലപ്പുറം. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് നെൽവയൽ, കുളം, കണ്ടൽക്കാട് എന്നിവയൊക്കെ സംരക്ഷിക്കുന്ന ആൾക്കാർക്ക് വാർഷിക അവകാശധനം നൽകുന്നതിനായി ഗ്രീൻ റോയൽറ്റി പദ്ധതി ആരംഭിച്ചത് പൊന്നാനി മുനിസിപ്പാലിറ്റിയാണ്, മലപ്പുറം ജില്ലയിൽ. കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് ആനയിറങ്കൽ, ചിന്നക്കനാൽ, മൂന്നാർ. അപ്പോൾ ഇടുക്കി ജില്ലയിലെ ആനയിറങ്കലിലാണ് കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത്. അപ്പം കാട്ടാന, ആനയിറങ്കൽ. കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഐതിഹ്യമാല. ഓക്കെ, കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഐതിഹ്യമാല. ആനയുടെ മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയമാണ് ഗവി മ്യൂസിയം. ഇത് മുൻവർഷത്തിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആനയുടെ മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഗവി മ്യൂസിയം. ബയോസ്ഫിയർ റിസർവുകൾ. നീലഗിരി ബയോസ്ഫിയർ റിസർവ് 1986, അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് 2001. അപ്പം കേരളത്തിലുള്ള 2 ബയോസ്ഫിയർ റിസർവുകളാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവും, അത് നിലവിൽ വന്ന വർഷം 1986. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം 2001. കടുവാ സങ്കേതങ്ങൾ. പെരിയാർ കടുവാ സങ്കേതം, പറമ്പിക്കുളം കടുവാ സങ്കേതം. അങ്ങനെ 2 കടുവാ സങ്കേതങ്ങളാണ് കേരളത്തിലുള്ളത്. ഒന്ന് പെരിയാർ കടുവാ സങ്കേതം, 2 പറമ്പിക്കുളം കടുവാ സങ്കേതം. കേരളത്തിലെ 17ാമത് വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം. അപ്പോൾ കേരളത്തിലെ 17ാമത് വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം. ഈ കൊട്ടിയൂർ വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം.
അപ്പോൾ കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം. ലോക വനദിനം മാർച്ച് 21. മാർച്ച് 21 ലോക വനദിനം. 2024 ലോക വനദിനത്തിൻ്റെ തീമാണ് ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ, ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ്. അപ്പം 2024 ലോക വനദിനത്തിൻ്റെ തീമാണ് ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ, ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ്. വനങ്ങളും നവീകരണവും, മെച്ചപ്പെട്ട ലോകത്തിനായുള്ള പുതിയ പരിഹാരങ്ങൾ. അതിൻ്റെ മലയാളമാണ്. 2023 തീം ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത്. മാർച്ച് 3 ലോക വന്യജീവി ദിനം. അപ്പോൾ ലോക വന്യജീവി ദിനം മാർച്ച് 3. തെക്കൻ പശ്ചിമഘട്ടത്തിലെ കുളത്തൂപ്പുഴയിലെ ശെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ നിന്നും 2024 മെയ്യിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തികളാണ് ഹൈബ്രോസെസ്റ്റം സഹ്യാദ്രി, ഇരുര, ശെന്തുരുണി. അപ്പം ഇതുപോലുള്ള പുതുതായി കണ്ടെത്തുന്ന ജീവികളുടെ ലിസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC പരീക്ഷയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് ചോദിക്കുന്നതാണ്. അപ്പോൾ തെക്കൻ പശ്ചിമഘട്ടത്തിലെ കുളത്തൂപ്പുഴയിലെ ശെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ നിന്നും 2024 മെയ്യിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തികളാണ് ഹൈബ്രോസെസ്റ്റം സഹ്യാദ്രി, ഇരുര, ശെന്തുരുണി. മൂന്നാർ വന്യജീവി ഡിവിഷന്റെ കീഴിലുള്ള വനമേഖലയിൽ നടന്ന വംശനാശ ഭീഷണി നേരിടുന്ന നീലഗിരി താറിന്റെ ആദ്യ സമന്വയിപ്പിച്ച സെൻസസ് പ്രകാരം ആകെ വരയാടുകളുടെ എണ്ണം 827 അപ്പം ഇങ്ങനെ സെൻസസ്, മൃഗങ്ങളുടെയൊക്കെ സെൻസസ് എടുത്തിട്ട് അതിൻ്റെ എണ്ണം PSC ചോദിക്കാറുണ്ട്. മൃഗങ്ങളുടെയൊക്കെ എണ്ണം, ഇപ്പോൾ കടുവ എത്രയുണ്ട്, കേരളത്തിലെ വനങ്ങളിൽ കടുവ എത്രയുണ്ട്, മാൻ എത്രയുണ്ട്, അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ PSC ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പം ഇതൊന്ന് പ്രത്യേകം ആയിട്ട് ഒന്ന് നോട്ട് ചെയ്തോണം. മൂന്നാർ വന്യജീവി ഡിവിഷൻ്റെ കീഴിലുള്ള വനമേഖലയിൽ നടന്ന വംശനാശ ഭീഷണി, അതാണ് ഹൈലൈറ്റ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെയൊക്കെ എണ്ണങ്ങൾ PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പം മൂന്നാർ വന്യജീവി ഡിവിഷൻ്റെ കീഴിലുള്ള വനമേഖലയിലുള്ളതാണല്ലോ നമ്മുടെ നീലഗിരി താർ, അല്ലെങ്കിൽ ഈ വരയാടെന്ന് പറയുന്ന സാധനം. ഈ വരയാടിൻ്റെ സമന്വയിപ്പിച്ച സെൻസസ് പ്രകാരം ആകെ വരയാടുകളുടെ എണ്ണം 827. മനുഷ്യ വന്യജീവി സംഘർഷം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളം. 2023 ഡിസംബറിൽ യൂറേഷ്യൻ നീർനായയെ കണ്ടെത്തിയത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. അപ്പം ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് 2023 ഡിസംബറിൽ യൂറേഷ്യൻ നീർനായയെ കണ്ടെത്തിയത്. യൂറേഷ്യൻ നീർനായയുടെ ശാസ്ത്രീയ നാമം ലൂട്ര ലൂട്ര. അന്യം നിന്നു പോകുന്ന നാട്ടുമാവുകളെ സംരക്ഷിക്കാൻ സംസ്ഥാന വന്യജീവി വകുപ്പിൻ്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് നാട്ടുമാവും തണലും. അപ്പം അന്യം നിന്നു പോകുന്ന നാട്ടുമാവുകളെ സംരക്ഷിക്കാനായിട്ട് സംസ്ഥാന വന്യജീവി വകുപ്പിൻ്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് നാട്ടുമാവും തണലും. ഇങ്ങനെയുള്ള പദ്ധതികളും PSC ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഓപ്പറേഷൻ അരിക്കൊമ്പൻ്റെ ഭാഗമായിട്ട് അരിക്കൊമ്പനെ തുറന്നുവിട്ട വനമേഖലയാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മുല്ലക്കൊടി. പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മുല്ലക്കൊടി ഭാഗത്താണ് അരിക്കൊമ്പനെ തുറന്നുവിട്ടത്. സംസ്ഥാന വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. അപ്പം സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം സെൻറ്ററുകളിലും വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. സംസ്ഥാനത്തെ ആദ്യ വന മ്യൂസിയം കുളത്തൂപ്പുഴ, കൊല്ലം. അപ്പം സംസ്ഥാനത്തെ ആദ്യ വന മ്യൂസിയം എവിടെയാണ്? കുളത്തൂപ്പുഴ, കൊല്ലം. കേരള വനം വകുപ്പ് മേധാവിയായി നിയമിതയായത് ഗംഗാ സിംഗ്. അപ്പോൾ കേരള വനം വകുപ്പിൻ്റെ മേധാവിയായി നിയമിതയായതാണ് ഗംഗാ സിംഗ്. ഹരിത നോബൽ എന്നറിയപ്പെടുന്ന 2024 ഗോൾഡ്മാൻ പരിസ്ഥിതിക പുരസ്കാരം ലഭിച്ചത് അലോക് ശുക്ലയ്ക്കാണ്. അപ്പം ഹരിത നോബൽ എന്നറിയപ്പെടുന്ന 2024 ഗോൾഡ്മാൻ പാരിസ്ഥിതിക പുരസ്കാരം ലഭിച്ചത് അലോക് ശുക്ല. ആഗോള പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ഫലപ്രദമായി ശാസ്ത്രജ്ഞാനം ഉപയോഗിക്കുന്നവർക്കുള്ള പ്ലാനറ്റ് എർത്ത് പുരസ്കാരം പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ എസ് ഫേസിക്ക്. അപ്പം ആഗോള പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ഫലപ്രദമായി ശാസ്ത്രജ്ഞാനം ഉപയോഗിക്കുന്നവർക്കുള്ള പ്ലാനറ്റ് എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ എസ് ഫേസി. ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. 2024-2025. അതിൻ്റെ ലക്ഷ്യം 2050 സംസ്ഥാന നെറ്റ് കാർബൺ ന്യൂട്രൽ ആവുക എന്നതാണ് പരിസ്ഥിതി ബഡ്ജറ്റിൻ്റെ ലക്ഷ്യം. ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ തനത് കിഴങ്ങുവിള കൃഷി പുനഃസംഘടിപ്പിക്കാൻ ആയി വനം വന്യജീവി വകുപ്പ് ഇടുക്കി ഡിവിഷനിൽ നടത്തുന്ന പ്രോജക്റ്റാണ് നറും നൂറ്. അപ്പം ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ തനത് കിഴങ്ങ് വിള കൃഷി പുനഃസംഘടിപ്പിക്കാനായിട്ട് വനം വന്യജീവി വകുപ്പ് ഇടുക്കി ഡിവിഷനിൽ നടത്തുന്ന പ്രോജക്റ്റാണ് നറും നൂറ്. പാമ്പുകളുടെ സംരക്ഷണവും ബോധവൽക്കരണവും ലക്ഷ്യമിട്ട് വനം വകുപ്പ് രൂപം നൽകിയ ആപ്പാണ് സർപ്പ ആപ്പ്. അപ്പം പാമ്പുകളുടെ സംരക്ഷണം ബോധവൽക്കരണവും ലക്ഷ്യമിട്ട് വനം വകുപ്പ് ഇറക്കിയ ആപ്പാണ്
സർപ്പ ആപ്പ്. അതിൻ്റെ ഫുൾ ഫോമാണ് സ്നേക്ക് അവെയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ്. സ്നേക്ക് അവെയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ്. സ്വന്തമായി വൃക്ഷം, ജന്തു, ചെടി എന്നിവയെ പ്രഖ്യാപിച്ച ആദ്യ ജില്ല കാസർഗോഡ്. അപ്പോൾ സ്വന്തമായി ചെടി, വൃക്ഷം, ജന്തു എന്നിവയെ പ്രഖ്യാപിച്ച ആദ്യ ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയുടെ തനത് ജന്തുവായി പ്രഖ്യാപിച്ചത് പാലപ്പൂവൻ ആമ. പാലപ്പൂവൻ ആമയെയാണ് കാസർഗോഡ് ജില്ലയുടെ തനത് ജന്തുവായിട്ട് പ്രഖ്യാപിച്ചത്. വൃക്ഷം കാഞ്ഞിരം ചെടി. വൃക്ഷം കാഞ്ഞിരം ചെടി. പെരിയ പോളത്താളിയാണ് ചെടിയായിട്ട് പ്രഖ്യാപിച്ചത്. പെരിയ പോളത്താളി ചെടി. പക്ഷി വെള്ളവയറൻ കടൽപ്പരുന്ത്. അപ്പോൾ പക്ഷി വെള്ളവയറൻ കടൽപ്പരുന്ത്, പോളത്താളി ചെടി, വൃക്ഷം കാഞ്ഞിരം, ജന്തു ആമ. ജന്തു ആമ. ഔദ്യോഗികമായി വൃക്ഷം, ജന്തു, പക്ഷി, ചെടി എന്നിവയെ പ്രഖ്യാപിക്കുന്ന രാജ്യത്തെ ആദ്യ ജില്ലയാണ് കാസർഗോഡ്. മനുഷ്യ വന്യജീവി സംഘർഷം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇനി നമുക്ക് കേരളത്തിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങളെക്കുറിച്ച് നോക്കാം. വയനാട് ആന സംരക്ഷണ കേന്ദ്രം വയനാട്. നിലമ്പൂർ ആന സംരക്ഷണ കേന്ദ്രം മലപ്പുറം. ആനമുടി ആന സംരക്ഷണ കേന്ദ്രം ഇടുക്കി. പെരിയാർ ആന സംരക്ഷണ കേന്ദ്രം ഇടുക്കി. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ, തിരുവനന്തപുരം. ഇത് മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം എവിടെയാണ്? കോട്ടൂർ, തിരുവനന്തപുരം. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ കോന്നി, പത്തനംതിട്ട ജില്ല, കോടനാട്, എറണാകുളം ജില്ല. പ്രശസ്തമായ ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത് ഗവി മ്യൂസിയത്തിലാണ്. അത് കോന്നിയിലാണ്. കോന്നി ആനക്കൂട് നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന മരം കമ്പകം. കോന്നി ആനക്കൂട് നിർമ്മിച്ചിരിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന മരമാണ് കമ്പകം. ഇനി നമുക്ക് വന്യജീവി സങ്കേതങ്ങളും നിലവിൽ വന്ന വർഷവും ജില്ലകളും ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. പെരിയാർ 1950 ഇടുക്കി. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം 1950 ഇടുക്കി. നെയ്യാർ 1958 തിരുവനന്തപുരം. നെയ്യാർ 1958 തിരുവനന്തപുരം. പീച്ചി വാഴാനി 1958 തൃശ്ശൂർ. പീച്ചി വാഴാനി 1958 തൃശ്ശൂർ. വയനാട് 1973 വയനാട്. പറമ്പിക്കുളം 1973 പാലക്കാട്. ഇടുക്കി 1976 ഇടുക്കി. അപ്പോൾ ഇടുക്കി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1976. പേപ്പാറ 1983 തിരുവനന്തപുരം. തട്ടേക്കാട് 1983 എറണാകുളം. ചിന്നാർ 1984 ഇടുക്കി. ചിമ്മിനി 1984 തൃശ്ശൂർ. ആറളം 1984 കണ്ണൂർ. ഷെന്തുരുണി 1984 കൊല്ലം. മംഗളവനം 2004 എറണാകുളം. കുറിഞ്ഞിമല 2006 ഇടുക്കി. ചൂളന്നൂർ 2007 പാലക്കാട്. ഈ ചൂളന്നൂർ പക്ഷി സങ്കേതമാണ്. ഈ ചൂളന്നൂർ പക്ഷി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പക്ഷിയാണ് മയിൽ. ഇത് മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. മലബാർ 2010 കോഴിക്കോട്. കൊട്ടിയൂർ 2011 കണ്ണൂർ. കരിമ്പുഴ അല്ലെങ്കിൽ ന്യൂ അമരമ്പലം 2020 മലപ്പുറം. അപ്പോൾ കേരളത്തിലെ വനങ്ങളും വന്യജീവികളും എന്ന ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ഗുഡ് ബൈ.